നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്? അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വലി ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള അത്രയധികം നിങ്ങൾ തമ്മിലൊരു സോളുകൾ കണക്ഷൻ ഉള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോപ്പ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ കാണുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ചിലർക്കെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചാൽ യെസ് അതേ, പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പിന് ഇല്ലാത്തവരുമുണ്ട്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെന്ന് ചോദിച്ചാൽ യെസ്, പക്ഷെ നിങ്ങൾ ബ്രേക്കപ്പ് പറയുകയോ സെപ്പറേഷൻ ആവുകയോ ഒന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിലും തുടക്കത്തിലുള്ള അത്രയും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. അല്ലാണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു പഴയതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തവരായിക്കോട്ടെ, എന്നിരുന്നാലും ഇപ്പോൾ റീഡിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ഹോപ്പ് കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പിരിച്വൽ യൂണിയൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടേതെന്നുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെസ്റ്റിനി എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ വെക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദന, അല്ലെങ്കിൽ പലർക്കും സെപ്പറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥയാണെങ്കിലും അതിൽ മാറ്റം വരുന്നുണ്ടെന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ പോസിറ്റീവ് മൊമെന്റ് ഫോർവേഡ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് മൊമെന്റ് വരുന്നു. അതിവിടെ 1-2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോപ്പ് കാർഡ് ആയിക്കോട്ടെ, ഇപ്പോൾ കിട്ടിയിട്ടില്ല പോസിറ്റീവ് മൊമെന്റ് ഫോർവേഡ് എന്നുള്ള കാർഡ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ പറയുന്നത് ഈ ഒരു മൊമെന്റിൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ വിഷമം അനുഭവിക്കുന്നത്, സോ അതിലൊക്കെ മാറ്റം വരാൻ പോകുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരുന്നൊരു സെപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ തന്നെ യൂണിവേഴ്സിൽ നിന്ന് തരുന്ന ഒരു സെപ്പറേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വാല്യൂസ് റിയലൈസ് ചെയ്യാനും, നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെ പ്രണയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങളുണ്ട് എന്നൊക്കെ പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള അത്തരമൊരു നിങ്ങൾക്ക് എത്രത്തോളം ഒരു മിസ്സിങ് ഫീലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്യാണ് നിങ്ങൾ പരസ്പരമുള്ള വാല്യൂസ്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയൊക്കെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പിരിച്വൽ യൂണിയൻ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ സാധിക്കും. നിങ്ങളിലൊരു കുറച്ച് കൂടുതൽ ആൾക്കാരെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതായത് നിങ്ങൾ സെപ്പറേഷനിലാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ട് എന്തെങ്കിലും എതിർപ്പുകളും കാര്യങ്ങളും പിണക്കങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ പിണങ്ങുന്നു. അങ്ങനെ നിങ്ങൾ കുറച്ച് നാളത്തിന് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് വീണ്ടും നിങ്ങൾ തമ്മിൽ വീണ്ടും പിണക്കം മാറി വീണ്ടും പഴയതുപോലെ ആവുന്നു. പിന്നെയും വീണ്ടും പിണക്കങ്ങൾ വരുന്നു. സോ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കാം. സോ അത്തരം ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് ഇവിടെ കൂടുതൽ പേർക്കും ഫീൽ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ പറയാൻ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ കൂടുതൽ പേർക്കും ഇവിടെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് ഫീൽ ചെയ്യുന്നത്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. സോ നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആകുമ്പോൾ പിണക്കങ്ങളൊക്കെ വരും, സ്വാഭാവികമാണ്. സോ എന്നാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ അങ്ങനെ ഒരു പ്രത്യേക കാരണത്താൽ ഒരുപാട് നാളൊന്നും മാറ്റി നിർത്താനോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്കപ്പ് പറയാനോ ഒരു കംപ്ലീറ്റ് ഒരു സെപ്പറേഷൻ പറഞ്ഞ് അങ്ങനെ വിട്ടു പോകാനോ ഒന്നും സാധിക്കില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഇടയ്ക്കൊരു സ്റ്റക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ഒരു മിസ്സിങ് ഫീൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ റീയൂണിയന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും ചിലപ്പോൾ കോംപ്രമൈസ് പറഞ്ഞ് മുന്നോട്ട് വന്ന് വീണ്ടും അങ്ങനെ പോകുന്നുണ്ടായിരിക്കാം. സോ അങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ബാലൻസ് എന്നൊരു കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ ഒരു ബാലൻസിങ് എനർജി വരണം എന്നുണ്ടെങ്കിൽ, ഒരു തുല്യത വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ അല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടായാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവരും അവരുടെ ലൈഫിൽ നിങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിങ് എനർജി വരുള്ളൂ. സോ അത്രത്തോളം നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആണ്, നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. വിഷമങ്ങൾ ഉണ്ടായിരിക്കും, എതിർപ്പുകളും തർക്കങ്ങളും ഒക്കെ റിലേഷൻഷിപ്പിൽ വരുമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സമയത്ത് അവരായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് തന്നെയാണ്. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്.
ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ബാലൻസ് എന്നൊരു കാർഡിൻ്റെ എനർജി നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു ബാലൻസിങ് എനർജി ഉണ്ടാവണം. ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ബാലൻസിങ് എനർജി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും ഒരുമിച്ചുണ്ടാകുന്ന സമയത്തായിരിക്കും എന്ന്. സോ ആ ഒരു കാര്യം നിങ്ങളും റിയലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവരില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു നിങ്ങൾക്ക് ഒരുപാട് മിസ്സിങ് ഫീൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസകരമായിരിക്കാം ഈ ഒരു സമയത്ത് പോലും. ചിലപ്പോൾ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ഇവരെ ഓർക്കുന്നുണ്ടായിരിക്കാം. സോ അത്തരം ഒരു കാര്യമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എങ്ങനെയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, സോ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അതായത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് വർക്ക് ആകുന്നതാണ്. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങൾ ഒരു ഡൗട്ട് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഫ്യൂച്ചർ എനർജി, അതായത് ഇനി ഒരു വ്യക്തി തിരിച്ച് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിയൂണിയൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിയൂണിയൻ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഹാപ്പി മൊമെൻറ്റ് എങ്ങനെയാണോ, നിങ്ങൾക്ക് ഇപ്പോൾ കോൾ ചെയ്യുന്നതായിട്ടാണോ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ ആണോ, അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതാണോ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഹാപ്പി ആയിട്ടുള്ള, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിളിച്ചു, ആ ഒരു വ്യക്തി മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അത്തരം രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ കുറേ പേരെങ്കിലും ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. മാനിഫെസ്റ്റ് ചെയ്തിട്ട് തന്നെ കുറേയധികം നാളായിട്ടും ഒരു രീതിയിലുള്ള മാറ്റങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുവരെ ഇതൊക്കെ ചെയ്തിട്ടും ഒരു പ്രയോജനം ഇല്ലല്ലോ, അങ്ങനെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഒരു ഡിവൈൻ ടൈം എന്തായാലും ഉണ്ടാവും. സോ ആ ഒരു സമയത്ത് എന്തായാലും അവർ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇവിടെ റീഡിങ്ങിലൂടെ മനസ്സിലാവുന്നത്. സോ മാനിഫെസ്റ്റേഷനാണ് ഇവിടെ ഏകമാർഗ്ഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആവുക, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. ഞാൻ പല റീഡിങ്ങിലും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ചേസ് ചെയ്യാണ്ടിരിക്കുക, ഒരു ചേസിങ് എനർജി കൊടുക്കാണ്ടിരിക്കുക, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തു, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സോ ആ ഒരു കാര്യമൊക്കെ വീണ്ടും വീണ്ടും ഓർത്ത് അതെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്, അത് എന്തിനായിരിക്കും അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത്, ശോ അവരങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ വെറുതെ അങ്ങനെ ഓർത്തോർത്ത് വിഷമിക്കാണ്ടിരിക്കുക. നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഓർത്താലും പ്രശ്നമായി. ഓക്കെ, നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന 2 കാർഡ്സ് എന്ന് പറയുന്നത് പവർ ആൻഡ് ഹാർമണി എന്നുള്ളതായിരുന്നു. ഈ 2 കാർഡ്സിൽ നിന്നും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടേത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ഒരു സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഭയങ്കര പ്യുവറായിട്ടുള്ള, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരുമെന്ന് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ ക്ലിയർ ആണ്. സോ ഹോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർമണി ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, പോസിറ്റീവ് മൊമെന്റ്സ് ഫോർവേഡ് ഉള്ള കാർഡ് ആയിക്കോട്ടെ, ഒക്കെ തന്നെ എല്ലാം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡ്സ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ നോക്കാണ്ട സിറ്റുവേഷൻ ആണോ, അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയാണ്, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ ഓരോ കാര്യത്തെ നോക്കി കാണുക, അതാണ് മെയിൻ. ഓക്കെ.